ആവശ്യമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ പ്രദീപ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. പോഷകസമ്പുഷ്ടമായ ഭക്ഷ്യ ഉൽപ്പന്നമാണ് കൂൺ. അതിലുപരി കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അലട്ടുന്നവർക്കുള്ള മരുന്ന് കൂടിയാണ് കൂണിൽ നിന്നുള്ള വിഭവങ്ങൾ. കൂണിന്റെ വിപണന സാധ്യത തിരിച്ചറിഞ്ഞ് 10 വർഷം മുമ്പാണ് പ്രദീപ് കൂൺ കൃഷിയിലേക്ക് തിരിയുന്നത്. വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നടന്ന ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത പ്രദീപ് പിന്നീട് കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി ക്ലാസുകളിൽ പങ്കെടുത്തു. തുടർന്നാണ് കൂൺ കൃഷി ആരംഭിക്കുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നായിരുന്നു കൃഷിക്കുള്ള വിത്ത് വാങ്ങിയത്. ഇപ്പോൾ ഏകദേശം 10 കിലോ കൂൺ പ്രദീപ് ദിവസവും ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു 5 കിലോയ്ക്കും 10 കിലോയ്ക്കും ഇടയ്ക്കുള്ള കൂൺ ദിവസം കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം വിൽപ്പന യൂണിറ്റും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്ലോക്കിലും ഒരു 4-5 ബ്ലോക്കിലായിട്ട് ഞാൻ കൂണിൻ്റെ വിത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. കൃഷിഭവന്റെ കെയറോഫിലായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഒരു 1000 വിത്തോളം എല്ലാ മാസങ്ങളും സെയിൽ ചെയ്യുന്നുണ്ട്. 1 കിലോ കൂണിന് 300 രൂപയ്ക്കാണ് പ്രദീപ് വിൽപ്പന നടത്തുന്നത്. വിൽപ്പനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് പ്രദീപ് പറയുന്നു. കുളക്കട, ഏനാത്ത് തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലാണ് കൂണിന്റെ വിൽപ്പന മുഴുവൻ. ആൾക്കാർ വീട്ടിലെത്തിയും കൂൺ വാങ്ങുന്നുണ്ട്. കൂൺപൊടി, കൂൺ അച്ചാർ എന്നിവയും ഇദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നു. കൂൺപൊടി പ്രമേഹ രോഗികൾക്ക് നല്ല മരുന്നാണ്. ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ 1 കിലോയ്ക്ക് 300 രൂപ വെച്ചിട്ടാണ് 200 ഗ്രാം പാക്കറ്റ് ആക്കിയിട്ട് നമ്മൾ കടലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിൽപ്പനയ്ക്കൊന്നൊരു പ്രശ്നം. എത്ര കിലോ കൂണുണ്ടായാലും നമ്മൾ പ്രാദേശികമായിട്ട് തന്നെ പോകുന്നുണ്ട്. എനിക്കൊരു 5 കിലോയ്ക്ക് 10 കിലോയ്ക്ക് ഒരു കൂണെന്ന് പറയുമ്പോൾ രാവിലെ ഒരു 9 മണിക്ക് കടയിൽ കൊണ്ടുപോയാൽ ഒരു 10-11 മണിക്ക് വെച്ചിട്ട് തന്നെ ഈ സാധനം തീരുന്നുണ്ട്. ഒരു ധാരാളം ഔഷധ ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞത് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ. ഇതിൽ ഏറ്റവും നല്ല ഒരു ഔഷധ ഗുണമാണ് ചിപ്പിക്കുന്നത്. പിന്നെ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾക്കൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ട്. കൂണിന്റെ വിത്തുകൾ പ്രദീപ് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നു. ഇതിനു വേണ്ട സംവിധാനങ്ങൾ ഇദ്ദേഹം തന്നെയാണ് തയ്യാറാക്കിയത്. വിത്തുൽപാദനത്തിനുള്ള ഉപകരണങ്ങൾ തയ്യാറാക്കുന്നതിന് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ചെലവായി. ഇപ്പോൾ എത്ര കൂൺവിത്ത് വേണമെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ പ്രദീപിന് കഴിയും. പത്രപരസ്യം കണ്ടിട്ട് ഞാനൊരു പ്രൈവറ്റ് വ്യക്തിയിൽ നിന്നാണ് കൂൺ കൃഷി ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ചെറിയ രീതിയിൽ കൂൺ കൃഷി തുടങ്ങി. ഒരു 10 ബെഡ് ഇട്ട് തുടങ്ങി. അത് വിജയിക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ഷെഡ് കെട്ടിയിട്ട് ഒരു 100 ബെഡ് ഇടുന്ന ടൈപ്പുള്ള ഒരു ഷെഡ് കെട്ടി അതിൽ ബെഡ് ഇട്ട് തുടങ്ങി. അത് കുറച്ചുകൂടെ നല്ലതായിട്ട് നോക്കുമ്പോൾ 600 ബെഡ് ഇടുന്ന ഒരു ഷെഡ് കെട്ടി. ഇപ്പോൾ 1000 മേളിൽ 1000 ബെഡ് കൂടുതലാണെന്നൊരു ഷെഡിലാണ് ഇപ്പോൾ കൂൺ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂൺ കൃഷിയാണെങ്കിൽ 4-5 തരത്തിലുള്ള കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. ചിപ്പിക്കൂണിൻ്റെ ഒരു 5 തരത്തിലുള്ളത്, പാൽക്കൂണ് ഒരു തരത്തിലുള്ള ടൈപ്പാണ് ഇപ്പോൾ കൂൺ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധതരം കൂണുകൾ പ്രദീപിന്റെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഫ്ലോറിഡ, CO2, PSC, EOS, മീലി തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനം. കൂൺ കൃഷി പരിശീലനവും പ്രദീപ് നൽകുന്നുണ്ട്. കൂടാതെ കൂൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ബെഡും ഇവിടെ തന്നെ തയ്യാറാക്കി നൽകുന്നു. കൂൺ കൃഷി നടത്താൻ താല്പര്യമുള്ളവർക്ക് ഏത് സമയവും പ്രദീപിനെ വിളിക്കാം. എല്ലാ സഹായവും ലഭിക്കും. ഷമി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.